VSG's അക്കൗണ്ടിങ് സിംപ്ലിഫൈഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. 39ാമത്തെ സെഷനായ ഇന്ന് സാധാരണ ഈ ഗവൺമെൻറ്, ലോക്കൽ ഗവൺമെൻറ് ആയാലും സ്റ്റേറ്റ് ഗവൺമെൻറ് ആയാലും സെൻട്രൽ ഗവൺമെൻറ് ആയാലും അവരുടെ റവന്യൂവിന് വേണ്ടി പിരിച്ചെടുക്കുന്ന ടാക്സ് എന്ന് പറയുന്നതാണ് ഇന്നത്തെ വിഷയം. കേൾക്കുമ്പോൾ വളരെ ചെറുതായിട്ട് തോന്നുമെങ്കിലും വിപുലമായ ഒരു ടേമാണ്. അത് മാക്സിമം ചുരുക്കി എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ എ ടാക്സ് ഈസ് എ മാൻഡേറ്ററി ഫീ ഓർ ഫിനാൻഷ്യൽ ചാർജ് levied by any government on an individual or an organization to collect revenue for public works, providing the best facilities and infrastructure. അതായത് മികച്ച സൗകര്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും നൽകുന്ന പൊതുമരാമത്ത് പ്രവർത്തനങ്ങൾക്കായി വരുമാനം ശേഖരിക്കുന്നതിനായി ഒരു വ്യക്തിയിൽ നിന്നോ സ്ഥാപനത്തിൽ നിന്നോ ഏതെങ്കിലും സർക്കാർ ചുമത്തുന്ന നിർബന്ധിത ഫീസ് അല്ലെങ്കിൽ സാമ്പത്തിക ചാർജാണ് നികുതി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. അപ്പോൾ ഇങ്ങനെ ശേഖരിക്കുന്ന ഫണ്ട് പിന്നീട് വിവിധ ഈ പറയുന്ന പോലെ പൊതു ചെലവ് പരിപാടികൾക്കായിട്ട് ധനസഹായം നൽകുന്നതിന് ഗവൺമെൻറ് ഉപയോഗിക്കും എന്നുള്ളതാണ്. ഇനി വേറൊരു തരത്തിൽ പറഞ്ഞാൽ കമ്പൾസറി കോൺട്രിബ്യൂഷൻ ടു സ്റ്റേറ്റ് റവന്യൂ levied by the government on workers' income and business profits or added to the cost of some goods, services and transactions എന്നും വേറൊരു തരത്തിൽ പറയാം. ഈ പറഞ്ഞ മീനിങ്ങിൽ നിന്ന് പല തരത്തിലുള്ള ടാക്സ് ഉണ്ട് എന്നുള്ളത്, അതായത് വർക്കേഴ്സ് ഇൻകത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ടാക്സ്, ബിസിനസ്സിൽ പ്രോഫിറ്റ് ഉണ്ടായാൽ ടാക്സ് കൊടുക്കണം, ഗുഡ്സ് ആൻഡ് സർവീസസ് മാനുഫാക്ചർ ചെയ്ത് കസ്റ്റമറിൽ എത്തിക്കുന്നത് വരെ ടാക്സ് കൊടുക്കേണ്ടതുണ്ട് എന്നുള്ള മീനിങ് ആണ് ഈ പറഞ്ഞതിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്നത്. ശരിക്കും ഒരു രാജ്യത്തിൻ്റെ ജുഡീഷ്യസ് ആയിട്ടുള്ള നടത്തിപ്പിന് ഗവൺമെൻറ് അർഹരായിട്ടുള്ള ആളുകളിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യേണ്ടത് അനിവാര്യമാണ്. നമ്മൾ എങ്ങനെ ഏത് തൊഴിലെടുത്ത് ജീവിച്ചാലും ലോക്കൽ ഗവൺമെൻറ്റിന് ടാക്സ് കൊടുക്കുക എന്നത് ഒഴിച്ചുകൂടാനാകാത്ത ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറുന്നു എന്നുള്ളതാണ്. അത്രയും ഇമ്പോർട്ടൻസ് ആണ് ടാക്സിനുള്ളത്. അപ്പോൾ ഇനി ലോക്കലായ അല്ലെങ്കിൽ നമ്മുടെ ഏരിയയിലാണെങ്കിൽ മുനിസിപ്പാലിറ്റീസ് അല്ലെങ്കിൽ കോർപ്പറേഷൻ, ലോക്കൽ ഗവൺമെൻറ് എന്ന് പറയാം, സ്റ്റേറ്റ് ഗവൺമെൻറ് കേരള ഗവൺമെൻറ് ആണോ അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെൻറ് ആണെങ്കിലും അവരുടെ നടത്തിപ്പിന് ഗവൺമെൻറ്റിൻ്റെ ചെലവുകൾക്ക് വേണ്ടിയിട്ട് റവന്യൂ ആവശ്യമാണ്. ആ റവന്യൂ ടാക്സിൻ്റെ രൂപത്തിലാണ് മെയിനായിട്ടും കളക്ട് ചെയ്യുന്നത്. ഇനി രണ്ട് തരത്തിലുള്ള ടാക്സാണ് സാധാരണ പറയാറ്. അതായത് there are two distinct types of taxes. One is direct tax and the other is indirect tax. ഈ രണ്ടിൻ്റെയും ഒരു വിശേഷണം ചെറിയ ഒരു എക്സ്പ്ലനേഷൻ വഴി കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണ്. അതായത് ഈ ടാക്സ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന രീതിയിലുള്ള വ്യത്യാസമാണ് ഈ പറയുന്ന രണ്ട് തരത്തിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ ആ ഡിസ്റ്റിങ്ഷൻ വന്നത്. ഈ ഡയറക്റ്റ് ടാക്സസ് ആർ ദോസ് വിച്ച് ആർ പെയ്ഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ ടാക്സ് പെയർ ഡയറക്ട്ലി ടു ദ ഗവൺമെൻറ്. അതായത് ഈ ഡയറക്റ്റ് ടാക്സിനെ അറിഞ്ഞുകൊണ്ട് കൊടുക്കുന്ന ടാക്സ് എന്ന് പറയാറുണ്ട്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇൻകം ടാക്സ് ആണ് അതിന് വളരെ പ്രകടമായിട്ടുള്ള ഉദാഹരണം. അപ്പോൾ ആ ഇൻകം ടാക്സ്, റിയൽ പ്രോപ്പർട്ടി ടാക്സ്, പേഴ്സണൽ പ്രോപ്പർട്ടി ടാക്സ്, ടാക്സസ് ഓൺ അസറ്റ്സ്, അതായത് വീട്ടുകരം ഉൾപ്പെടെ ഇതെല്ലാം ഈ പറയുന്ന ഡയറക്റ്റ് ടാക്സസ് ആണ്. വേറെ തരത്തിൽ പറഞ്ഞാൽ ടാക്സ് കൊടുക്കേണ്ട ബാധ്യത മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടാത്ത ടാക്സാണ് ഡയറക്റ്റ് ടാക്സ്. അതായത് സർക്കാർ ഒരു വ്യക്തിക്കോ കമ്പനിക്കോ ചുമത്തുന്ന ബാധ്യത ഒരാളിലേക്ക് മാറ്റാൻ പറ്റാത്ത ഒരു ടാക്സാണ് അല്ലെങ്കിൽ നികുതിയാണ്
നമ്മൾ സാധാരണ ഇൻകം ടാക്സ് അല്ലെങ്കിൽ ആദായ നികുതി എന്ന് പറയുന്നു. അത് ആരിലാണോ ഇമ്പോസ് ചെയ്യുന്നത് അയാൾ തന്നെ ആ ടാക്സ് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ അതായത് കൊടുക്കേണ്ട ആളിലേക്ക് ആ റെസ്പോൺസിബിലിറ്റി ട്രാൻസ്ഫർ ചെയ്യാത്തതാണ് ഇൻകം ടാക്സ്. ചെയ്യുന്ന ടാക്സ് ഉണ്ട്, അപ്പോൾ അതായിരിക്കും ഇൻഡയറക്റ്റ് ടാക്സ് എന്നുള്ളതാണ്. അതിനി അങ്ങോട്ടേക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇൻകം ടാക്സ് ആക്ട് 1961 അതുപോലെ വെൽത്ത് ടാക്സ് ആണ് വേറൊരു ഡയറക്റ്റ് ടാക്സ്. അത് 1957 ചട്ടങ്ങൾക്കനുസരിച്ചാണ് ചുമത്തുന്നത്. അപ്പോൾ ആക്ട് എന്ന് പറയുന്നത് ഇൻകം ടാക്സിന് 1961 ബാധകമാണ്, അതുപോലെ വെൽത്ത് ടാക്സിന് 1957 ബാധകമാണ്. ഈ രണ്ടും ഡയറക്റ്റ് ടാക്സിൽ വരുന്നതാണ്. 1961 ഇൻകം ടാക്സ് ആക്ട് പ്രകാരം നികുതി ചുമത്തുന്നതിനും നിയന്ത്രിക്കുന്നതിനും ശേഖരിക്കുന്നതിനും മാത്രമല്ല അതുപോലെ വീണ്ടെടുക്കുന്നതിനും ഉപയോഗിക്കുന്ന നിയമങ്ങളും ചട്ടങ്ങളും അടങ്ങുന്നതാണ് ഈ ആക്ട്. നമ്മുടെ പുതിയ ബഡ്ജറ്റിലെ ഉത്തരവ് പ്രകാരം വാർഷിക വരുമാനം 3 ലക്ഷം രൂപ വരെ ഉള്ള ആൾക്കാരെ ടാക്സ് കൊടുക്കുന്നതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ ചില കണ്ടീഷൻസ് അതിനകത്തുണ്ട്. അതായത് ടാക്സ് പെയറുടെ ലീഗൽ എൻറ്റിറ്റി, നിയമപരമായിട്ടുള്ള നിലനിൽപ്പ്, ഏത് തരത്തിലാണ് അയാളുടെ സോഴ്സ്, അതുപോലെ വയസ്സ്, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്, അതുപോലെ വരുമാനത്തിൻ്റെ സ്വഭാവം എന്നിവ അനുസരിച്ച് ഈ ഇൻകം ടാക്സിൻ്റെ ഇംപ്ലിക്കേഷനിൽ വ്യത്യാസം വരാം. സാധാരണഗതിയിൽ 3 ലക്ഷം മുതൽ 3,01,000 മുതലാണ് 6 ലക്ഷം വരെ ഉള്ള വരുമാനത്തിന് 5% നികുതി ആണ് കണക്കാക്കുക. അത് വ്യക്തികളായാലും ശരി സ്ഥാപനങ്ങളായാലും ശരി. അപ്പോൾ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ വരുമാനം തെളിയിക്കാൻ വേണ്ടിയിട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് റിട്ടേൺ സമർപ്പിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അവിടെയാണ് വരുമാനം തെളിയിക്കുന്നത്. പക്ഷേ ഈ ഒരു ചെറിയ എക്സെപ്ഷൻ ഉള്ളത് 75 വയസ്സിന് മുകളിൽ ഉള്ള മുതിർന്ന പൗരന്മാരെ അവർക്കുള്ള പെൻഷനോ ആ പെൻഷന്മേൽ കിട്ടുന്ന പലിശയോ ഇൻട്രസ്റ്റോ ഈ പറയുന്ന അതുപോലെ തന്നെ ആ പലിശയും ടാക്സിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആവശ്യവും ഇല്ല എന്നുള്ളൊരു എക്സെപ്ഷനുണ്ട്. ഇതിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 6 ലക്ഷം രൂപ വരെ, അതായത് 3,01,000 മുതൽ 6 ലക്ഷം രൂപ വരെയുള്ള ടാക്സ് പേയേഴ്സ് അവർക്കും ചില റിബേറ്റുകൾ അനുവദിച്ചിട്ടുണ്ട്. നിലവിൽ അതായത് റീസെൻറ്റ് ചേഞ്ചസ് ഇൻ ദ ഇന്ത്യൻ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഇപ്പോൾ 7 ലക്ഷം രൂപ വരെയുള്ളത് സീറോ ടാക്സ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ അത് ചില ഈ പറഞ്ഞ പോലെ റിബേറ്റ്, അതായത് 87A ആക്ട് സെക്ഷൻ 87A പ്രകാരമാണ് റിബേറ്റ് വഴി ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ സമാധാനിക്കാൻ വകയുണ്ട്. 7 ലക്ഷം രൂപയുള്ള വാർഷിക വരുമാനമുള്ളവരെ ടാക്സിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷെ ചില കണ്ടീഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഈ പറയുന്ന പോലെ ടാക്സ് മനഃപൂർവ്വം അടയ്ക്കാതിരിക്കുകയോ അതിൽ നിന്ന് ഒഴിവാകുകയോ ചെയ്താൽ സെക്ഷൻ 276CC പ്രകാരം 3 മാസം മുതൽ 7 വർഷം വരെയുള്ള തടവും പിഴയും ലഭിക്കാം. അതുപോലെ തന്നെ തുടർച്ചയായിട്ട് ഈ പറയുന്ന നികുതി വ്യവസ്ഥകൾ പാലിക്കാതെ വരികയാണെങ്കിൽ കുടിശ്ശിക ഈടാക്കുവാൻ സ്വത്തുക്കൾ, വാഹനങ്ങൾ എന്നിവ ആദായ നികുതി വകുപ്പിന് കണ്ടുകെട്ടാൻ കഴിയും. നമ്മുടെ രാജ്യത്ത് ഇൻകം ടാക്സ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് 1961 ആക്ട് ആണെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഇൻകം ടാക്സ് ഗവൺമെൻറ് കീഴിൽ, സെൻട്രൽ ഗവൺമെൻറ് കീഴിലുള്ള ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത്. അപ്പോൾ ആ വകുപ്പ് പ്രകാരം ശിക്ഷയ്ക്ക് ബാധ്യസ്ഥരാകും. ഇന്ത്യൻ ഗവൺമെൻറ് ചില ഹൗസ് ഹോൾഡ് ഗ്രൂപ്പിനെ ലോവർ ഇൻകം ഗ്രൂപ്പായി കൺസിഡർ ചെയ്തുകൊണ്ട് നേരത്തെ പറഞ്ഞ 3,01,000 മുതൽ 6 ലക്ഷത്തിന് ഇടയിൽ വരുമാനമുള്ളവർക്ക് ഇൻകം ടാക്സ് പേ ചെയ്യുന്നതിൽ റിബേറ്റ് നൽകിയിട്ടുണ്ട്. ഇതും നേരത്തെ പറഞ്ഞ സെക്ഷൻ 87
എ പ്രകാരമാണ്. ഇപ്പോൾ ഇങ്ങനെ നൽകുന്ന റിബേറ്റ് ശരിക്കും 25,000 റുപ്പീസ് 25,000 രൂപയാക്കിയിട്ടുണ്ട്. ഇനി ഈ ഇൻകം ടാക്സ് കൂടാതെ ഡയറക്റ്റ് ടാക്സിനകത്ത് വരുന്നത് നമ്മുടെ സ്ഥലത്തിൻ്റെ വിസ്തീർണം, വീടിൻ്റെ സ്ക്വയർ ഫീറ്റ്, അതുപോലെ തന്നെ ആകെ സമ്പാദ്യം. അപ്പോൾ വീടിൻ്റെ വിസ്തീർണ്ണം ലാൻഡ് ടാക്സ്, വീട്ടുകരം, പിന്നെ വെൽത്ത് ടാക്സ്, ഇവയും ശരിക്കും പറഞ്ഞാൽ ഉണ്ട്. ഇവയും ഈ ഞാൻ പറഞ്ഞ പോലെ ഡയറക്റ്റ് ടാക്സിൽ ഉൾപ്പെടുന്നതാണ്. ഇനി അങ്ങനെ അല്ലാതെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സമ്പന്നരല്ല അതിസമ്പന്നരായ വ്യക്തികൾ അടയ്ക്കേണ്ട ടാക്സാണ് വെൽത്ത് ടാക്സ്. അതായത് അവരുടെ മൊത്തം സമ്പത്തിൽ നിന്നാണ് ഇത് കൊടുക്കേണ്ടത്. സാധാരണ ആകെ ആസ്തി 30 ലക്ഷം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ 1% വെൽത്ത് ടാക്സ് ഈടാക്കും. അപ്പോൾ അതായത് ഒരാളുടെ മൊത്തം വാർഷിക സ്വത്ത് 50 ലക്ഷം രൂപയാണെങ്കിൽ 30 ലക്ഷം രൂപ കുറച്ചിട്ടുള്ള 20 ലക്ഷം രൂപയ്ക്ക് 1%-മായ 20,000 രൂപ ആ വ്യക്തി വെൽത്ത് ടാക്സ് കൊടുക്കണം എന്നർത്ഥം. ഇനി ഡയറക്റ്റ് ടാക്സിനകത്ത് ഒരു ടാക്സ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് പിരിച്ചെടുക്കാൻ കഴിയുന്ന ഒരു തരത്തിലുള്ള ടാക്സാണ് പ്രൊഫഷണൽ ടാക്സ്. അത് 276 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന റൈറ്റാണ്, അവകാശമാണ്. ഓരോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും പ്രൊഫഷണൽ ടാക്സ് ഈടാക്കാം. ഈ ജോലിയുള്ള അല്ലെങ്കിൽ എംപ്ലോയ്മെൻ്റ് ഉള്ള അല്ലെങ്കിൽ പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്ന് ഗവൺമെൻറ്റിന് കിട്ടേണ്ട ഒരു ടാക്സാണ്. അത് ഈ പറഞ്ഞ പോലെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ആയതുകൊണ്ട് നിർബന്ധമാണ്. ഒരു കണ്ടീഷനുള്ളത്, ആ ടാക്സ് മാക്സിമം 2,500 രൂപയിൽ കൂടാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ എംപ്ലോയേഴ്സൊക്കെ എംപ്ലോയീസിൽ നിന്ന് ഈ ടാക്സ് ഡിഡക്റ്റ് ചെയ്ത ശമ്പളം മാത്രമേ കൊടുക്കാറുള്ളൂ. അതാണ് ഈ പ്രൊഫഷണൽ ടാക്സ്. അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു വരുമാനമാണ്, ഒഴിവാക്കാൻ കഴിയില്ല, കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരമുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് ഇൻകം ടാക്സിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഡയറക്റ്റ് ടാക്സിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. ഇനി ഇൻകം ടാക്സിൻ്റെ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെയാണ് വരുമാനം കണക്കാക്കേണ്ടത്, എനിക്ക് അറിഞ്ഞുകൂടാ എത്ര രൂപ ടാക്സ് കൊടുക്കണമെന്ന് അറിഞ്ഞുകൂടാ. അതിന് എന്ത് ചെയ്താൽ മതി എന്ന് വെച്ചാൽ വർഷം തോറും റിട്ടേൺ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് സമർപ്പിച്ചാൽ മതി. സോഴ്സ് ഓഫ് ഇൻകം, ഏതൊക്കെ തരത്തിലുള്ള ഇൻകം ഉണ്ട്. അപ്പോൾ അതിനാണ് നമ്മൾ ഈ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പോലും ഇപ്പോൾ ഒരു കാർഡ് മസ്റ്റാക്കിയിട്ടുള്ളത്, പാൻ കാർഡ്, പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ അടങ്ങിയ കാർഡ്. ഈ പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ ഇഷ്യൂ ചെയ്യുന്നത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റാണ്, അവിടെ വ്യക്തിക്കല്ല. ആ നമ്പറിനാണ്, ആ അക്കൗണ്ട് നമ്പറിനാണ് കാര്യമുള്ളത്. അപ്പോൾ ആ അക്കൗണ്ട് നമ്പറിലുള്ള വ്യക്തിയാണെങ്കിൽ റിട്ടേൺ കൊടുക്കുമ്പോൾ വരുമാനം കാണിക്കും. ആ വരുമാനത്തിനനുസരിച്ച് എത്ര ടാക്സ് കൊടുക്കണമെന്ന് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പറയും. അതിനനുസരിച്ച് ടാക്സ് പേ ചെയ്താൽ മതി. അപ്പോൾ എത്ര കൊടുക്കണം, എങ്ങനെ കൊടുക്കണം, എനിക്ക് ഇത്ര വരുമാനമുണ്ട്, ഞാൻ എന്ത് ചെയ്യണം, ഒന്നും ഒരു സംശയത്തിനും അടിസ്ഥാനമില്ല. ഇനി ഇൻകം ടാക്സിനകത്ത് ഒരു ടേമും കൂടെ TDS എന്ന് പറയാറുണ്ട്. സാധാരണ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് എന്ന് പറയും TDS. സാധാരണ ഏതെങ്കിലും കമ്മീഷൻ വ്യവസ്ഥയിലോ അല്ലെങ്കിൽ ഇൻസെൻറ്റീവായിട്ടോ ഒക്കെ ഏതെങ്കിലും സ്ഥാപനങ്ങൾ പേയ്മെൻറ്റ് നടത്തുമ്പോൾ ഈ TDS കഴിച്ചിട്ടുള്ള എമൗണ്ടേ കൊടുക്കാറുള്ളൂ, ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. അത് അവരുടെ ഒരു എന്താ പറയുക, നിയമത്തിൻ്റെ ഭാഗമാണ്, അക്കൗണ്ടിങ് ആണ്, നിയമത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ആ TDS കളക്ട് ചെയ്തിട്ടാണ് ആ എമൗണ്ട് ഈ വ്യക്തിക്ക് അല്ലെങ്കിൽ ആരാണോ ജോലി ചെയ്ത് അയാൾക്ക് കൊടുക്കുന്നതെങ്കിൽ കിട്ടിയ ആൾ ആ ടാക്സ് പെയർ അല്ലെങ്കിൽ ടാക്സ് കൊടുത്ത ആളാണ്. അദ്ദേഹത്തിന് ആ ടാക്സ് കൊടുക്കേണ്ട എലിജിബിലിറ്റി ഇല്ല എന്ന് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കണമെങ്കിൽ ഈ പറഞ്ഞ പോലെ റിട്ടേൺ ഫയൽ ചെയ്തിട്ട് അത് റീഫണ്ട് വാങ്ങിക്കാവുന്നതാണ്. എന്ന് പറഞ്ഞാൽ ആ പരിധിക്കകത്ത് വരാത്തതാണ്, അത് നിശ്ചയിക്കേണ്ടത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ അങ്ങനെ TDS പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റീഫണ്ട് കിട്ടും. പക്ഷേ ഈ പറയുന്ന ഫോർമാലിറ്റി റിട്ടേൺ കൊടുത്തിട്ട് തിരിച്ചു മേടിക്കാം. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ബിസിനസ്സിലുള്ള പ്രോഫിറ്റ് അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ വരുമാനം, പ്രൊഫഷണലായിട്ടുള്ളവരുടെ വരുമാനം, ഈ വരുമാനമെല്ലാം തെളിയിക്കാനും അവരവർക്ക് റിട്ടേൺ ഫയൽ ചെയ്യാം. ഇപ്പോൾ സാധാരണ ഗവൺമെൻറ് ജോലിയോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് ജോലിയോ സ്ഥിര വരുമാനക്കാരാണെങ്കിൽ ആ
എംപ്ലോയർ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് റിട്ടേൺ കൊടുക്കും, അല്ലെങ്കിൽ എംപ്ലോയിയെ പ്രേരിപ്പിച്ചിട്ട് കൊടുക്കും. എന്നാൽ പ്രൈവറ്റ് ജോലിയോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് പ്രൊഫഷനോ ഉള്ള ആൾക്കാർ അവരവർ തന്നെ റിട്ടേൺ സമർപ്പിക്കുകയാണ് ചെയ്യാറ്. ആ റിട്ടേൺ സമർപ്പിക്കുന്നത് അവിടെയാണ് അക്കൗണ്ടിങ് പഠിക്കുന്നതിൻ്റെ കൊണ്ടുള്ള പ്രസക്തി. അക്കൗണ്ടിങ് പഠിച്ചാൽ അക്കൗണ്ടൻ്റ് ആവാം, അക്കൗണ്ടിങ് വഴി BCom കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിയാം, അല്ലെങ്കിൽ CA പാസ്സാവാം. എന്തായാലും അതൊരു പ്രൊഫഷനാണ്. അവരാണ് ശരിക്കും പറഞ്ഞാൽ ഈ റിട്ടേൺ സമർപ്പിക്കാൻ സഹായിക്കുന്നവർ. അതുമല്ല, അവർ അല്ലെങ്കിൽ CA പാസ്സായിട്ടുള്ള ആൾക്കാരുടെ സിഗ്നേച്ചർ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അംഗീകരിക്കുന്നത്. അപ്പോൾ അത്രയ്ക്കും ഇമ്പാക്റ്റുള്ള ഒരു വിഷയമാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഈ ബാങ്കുകാർ തന്നെ, ബാങ്കിൽ ഇപ്പോൾ ലോൺ എടുക്കാൻ പോവുകയാണ്, അത് ഈ പറഞ്ഞ പോലെ ജോലി ഇല്ലാത്ത ആളാണ്, പക്ഷേ എന്നാൽ പ്രൊഫഷനുണ്ട് അല്ലെങ്കിൽ വരുമാനമുണ്ട്. ഇത് തെളിയിക്കാൻ ബാങ്കുകാർ ആവശ്യപ്പെടുന്നത് 3 വർഷത്തെ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന പോലെ ഇൻകം ടാക്സ് റിട്ടേൺ ആണ്, സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഈ റിട്ടേൺ കൊടുക്കണമെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കണം. അത് തയ്യാറാക്കുന്ന ജോലിയുള്ളത് ഈ പറയുന്ന പോലെ പ്രൊഫഷണൽസായ CAക്കാർക്കാണ്. അതുപോലെ ടാക്സ് പ്രൊഫഷണൽസായിട്ടും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജോലി ചെയ്യാം, അക്കൗണ്ടിങ് ടാക്സും പഠിച്ചു കഴിഞ്ഞാൽ. അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസിപ്ലിനാണ് ഈ അക്കൗണ്ടിങ്. അപ്പോൾ ഈ ഡയറക്റ്റ് ടാക്സിനെ കുറിച്ച് ഇത്രയാണ്. ഇനി പ്രത്യക്ഷമായിട്ടല്ലാതെ എന്ന് പറഞ്ഞാൽ പരോക്ഷമായിട്ടെന്ന് പറയാം. അപ്പോൾ പ്രത്യക്ഷ ടാക്സ് ആണ് ഡയറക്റ്റ് ടാക്സ്, പരോക്ഷമായിട്ടുള്ള ടാക്സ് ആണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് മലയാളം പറയാം. നമ്മൾ അറിയാതെ കൊടുക്കുന്ന ടാക്സ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ഇൻഡയറക്റ്റ് ടാക്സ്. അപ്പോൾ അതിനെങ്ങനെ പറയാമെന്ന് വെച്ചാൽ, ഇൻഡയറക്റ്റ് ടാക്സ് ഈസ് എ ടാക്സ് that is levied upon goods and services before they reach the customers, who ultimately pays the indirect tax as a part of market price of goods and services purchased എന്നാണ്. അപ്പോൾ ഈ ഭാഗത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കേണ്ടത്, ഇൻഡയറക്റ്റ് ടാക്സ് നമ്മൾ ഏതൊരു പ്രോഡക്റ്റ് വാങ്ങിച്ചാലും നമ്മൾ അറിയാതെ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഇൻഡയറക്റ്റ് ടാക്സിനകത്ത് എക്സൈസ് ഡ്യൂട്ടി, കസ്റ്റംസ് ഡ്യൂട്ടി, എൻ്റർടൈൻമെൻറ്റ് ടാക്സ്, സർവീസ് ടാക്സ്, അതുപോലെ ഗ്രോസ് റെസീപ്റ്റ് ടാക്സ്, നേരത്തെ ഉണ്ടായിരുന്ന വാല്യൂ ആഡഡ് ടാക്സ്, ഇതെല്ലാം എക്സാമ്പിളായിട്ട് പറയാൻ കഴിയും. എന്നാൽ ഈ പറയുന്ന എല്ലാം കൂടി ചേർത്തിട്ട് ഒരു ബണ്ടിലാക്കി ഒരു സിംഗുലർ ടാക്സിൻ്റെ കീഴിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ. അതാണ് GST അഥവാ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് 2017 ബ്രിങ്ങിങ് 17 ഇൻഡയറക്റ്റ് ടാക്സസ് അണ്ടർ ഈറ്റ്സ് പെർവ്യൂ. ഇതിൻ്റെ കീഴിൽ 17 ഇൻഡയറക്റ്റ് ടാക്സ് ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് 2017 സെൻട്രൽ ഗവൺമെൻറ് GST ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ശരിക്കും അപ്പോൾ GST എന്താണ് എന്നുള്ളതാണ്. ഇവിടെ ശരിക്കും സെല്ലർ ഗവൺമെൻറ്റിന് ടാക്സ് കൊടുത്തിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ ആ സാധനം വിൽക്കുന്നത്. അപ്പോൾ ആ സെല്ലർ അതിൻ്റെ ലയബിലിറ്റി കസ്റ്റമറായ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റിൻ്റെ അൾട്ടിമേറ്റുള്ള ഉപയോക്താവ് എന്ന് പറയുന്നത് കസ്റ്റമറാണല്ലോ. ആ കസ്റ്റമറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ഈ പറയുന്ന GST. ഉദാഹരണം പറഞ്ഞാൽ 25 രൂപ കൊടുത്തൊരു സോപ്പ് മേടിച്ചാൽ MRP 25 രൂപ കൊടുത്തായിരിക്കും നമ്മളത് മേടിക്കുന്നത്. നമുക്കറിഞ്ഞുകൂടാ അതിൻ്റെ സ്പ്ലിറ്റപ്പ് എന്താണെന്നുള്ളത്. മാനുഫാക്ചറിങ് കോസ്റ്റ് ഉണ്ടാവാം അതിനകത്ത്, ഡിസ്ട്രിബ്യൂട്ടറെ പ്രോഫിറ്റ് ഉണ്ടാവാം, സെല്ലറുടെ പ്രോഫിറ്റ് ഉണ്ടാവാം, ഇത് കൂടാതെ ഒരു എമൗണ്ട് ഉണ്ടാവും അതിനകത്ത്. അതാണ് ഈ പറയുന്ന GST അല്ലെങ്കിൽ ടാക്സ്. ഇത് നമുക്കറിഞ്ഞുകൂടാ എത്ര രൂപയാണെന്ന്. നമ്മൾ കൊടുക്കുന്നത് MRP ആണ് 25. അതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ ഇൻഡയറക്റ്റ് ടാക്സ് എന്നുള്ള പേര് നമ്മൾ അറിയാതെ കൊടുക്കുന്ന ടാക്സിന് വന്നത്. ഇപ്പോൾ ഈ GST എന്ന് പറയുന്നത് ഇൻകം ടാക്സിൽ ഇവേഷൻ സംഭവിക്കാം, അതായത് കൊടുക്കാതെ വെട്ടിപ്പ് നടക്കാം സാധ്യതയുള്ളതാണ് ഈ ഇൻകം ടാക്സ്. എന്നാൽ GST എന്ന് പറയുന്നതിൽ ഇവേഷൻ, അതായത് ഗവൺമെൻറ് ഉറപ്പായിട്ട് കിട്ടും. ഒരു പ്രോഡക്റ്റ് വിറ്റിട്ടുണ്ടെങ്കിൽ ആ ടാക്സ് ഗവൺമെൻറ് കിട്ടിയിരിക്കുമെന്നുള്ള ഉറപ്പ് വരുത്താം. ഇവിടെ മാനുഫാക്ചർ ശരിക്കും പറഞ്ഞാൽ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ അയാൾ റോ മെറ്റീരിയൽസ് വാങ്ങിക്കും. ആ റോ മെറ്റീരിയൽസിന് അദ്ദേഹം ഈ പറഞ്ഞ പോലെ ടാക്സ് കൊടുത്തായിരിക്കും മേടിക്കുക.
ആ ടാക്സ് പ്രോഡക്റ്റിൻ്റെ പ്രൈസ് നിശ്ചയിക്കുമ്പോൾ ആ പ്രൈസിൻ്റെ കൂടെ ആഡ് ചെയ്യുകയാണ് സാധാരണ ചെയ്യുന്നത്. ആ ടാക്സ് കൊടുത്ത ടാക്സ് അദ്ദേഹത്തിന് ഇൻപുട്ട് ടാക്സ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ അദ്ദേഹവും ഈ പറഞ്ഞ പോലെ മാനുഫാക്ചററും അല്ലെങ്കിൽ സെല്ലറും ഒരു റിട്ടേൺ, സെയിൽസ് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യും. അങ്ങനെ അദ്ദേഹം ആ കൊടുത്ത ടാക്സ് അദ്ദേഹം റീഫണ്ട് വാങ്ങിക്കും. എന്നിട്ട് ആ ടാക്സിൻ്റെ ലയബിലിറ്റി കൂടി ഈ പറയുന്ന പർച്ചേസർ അല്ലെങ്കിൽ ബയറുടെ അടുത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതുകൊണ്ടാണ് ടാക്സ് പേയിങ് ലയബിലിറ്റി ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരേ ഒരു ടാക്സാണ് ഈ പറയുന്ന പോലെ ഇൻഡയറക്റ്റ് ടാക്സ് ആയ GST ഇപ്പോൾ പറയുന്നത്. ഇതുപോലെ തന്നെ ചില സർവീസസിനും ഈ പറയുന്ന GST ബാധകമാണ്. ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുക, ഹോട്ടലിൽ താമസിക്കുക, വെള്ളം ബില്ല് മേടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ കാണാം നമ്മൾ ആ ടാക്സ് ഉൾപ്പെടെയാണ് ആ എമൗണ്ട് പേ ചെയ്യേണ്ടത്. പക്ഷേ GST ഒരു ഗവൺമെൻറ്റിൻ്റെ റവന്യൂ ആണെങ്കിലും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ആണ് GST എന്ന് പറയുന്നത്. അതായത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് പിരിച്ചെടുക്കുന്നത്, അല്ലെങ്കിൽ വരുമാനം. ഇതിൻ്റെ ഒരു ഭാഗം സെൻട്രൽ ഗവൺമെൻറ്റിന് കൊടുക്കണം. എന്നിരുന്നാലും മെയിനായിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. എന്നാൽ ഇൻകം ടാക്സ് പിരിച്ചെടുക്കുന്നത് പൂർണ്ണമായും സെൻട്രൽ ഗവൺമെൻറ് റവന്യൂ ആണ്. അപ്പോൾ പാൻ കാർഡുള്ള ഏതൊരു വ്യക്തിയും ഈ പറയുന്ന പോലെ റിട്ടേൺ സമർപ്പിച്ച് ഇൻകം ടാക്സിൻ്റെ ഭാഗമായാൽ വരുമാനത്തിന് തെളിവുണ്ടാവും. അതുപോലെ ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഉത്തമ പൗരൻ എന്ന് പറയുന്ന ടാക്സ് പെയർ ആണെങ്കിൽ, അല്ലെങ്കിൽ ഉള്ള വരുമാനം ഗവൺമെൻറ്റിനെ അറിയിക്കുന്നവരാണ് ഉത്തമ പൗരൻ എന്ന് പറയാറുണ്ട്, അതും കാണും. അതുപോലെ തന്നെ പിന്നീട് അതായത് ടാക്സ് കൊടുത്തിട്ടുള്ള എമൗണ്ട് അല്ലെങ്കിൽ തുകയാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ അത് അക്കൗണ്ടഡ് മണിയാണെന്ന് പറയാറുണ്ട്. അത് വേറെ എന്തിനു വേണ്ടി ചിലവഴിച്ചാലും ഒരു ചോദ്യം വരാറില്ല. ഇവിടെ ഈ GST പക്ഷേ ഗവൺമെൻറ്റിന്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് എത്ര രൂപ കിട്ടും, ഒരു വർഷം എത്ര രൂപ പിരിഞ്ഞ് കിട്ടും എന്നുള്ള ഒരു കാരണവശാലും പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കാത്തൊരു ടാക്സാണ്. കാരണം എത്ര രൂപയ്ക്കുള്ള വരുമാനം അല്ലെങ്കിൽ എത്ര രൂപയ്ക്കുള്ള സാധനങ്ങളും സേവനങ്ങളും വിൽപ്പന നടക്കുമെന്ന് ഒരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ വളരെ ബൃഹത്തായ ഒരു വിഷയം വളരെ ചുരുക്കി, ഒരു വിഷയവും ഈ പറഞ്ഞ പോലെ അപ്രധാനമല്ല, ഏത് വിഷയവും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കി മാക്സിമം പേരിലേക്ക് ഷെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്യണം എന്നുള്ള റിക്വസ്റ്റോടു കൂടി വീഡിയോ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.